ശരിയോ തെറ്റോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. വളരെ വേഗത്തിലായിരിക്കും ചോദ്യങ്ങൾ, ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയമേ ഉണ്ടാവില്ല. ഇതിലിപ്പോൾ ആരോട് ചോദിച്ചാലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ വാച്ചിന്റെ പരസ്യത്തിൽ അഭിനയിച്ചുകൊണ്ട് ഏറെ ജനകീയമായിരിക്കുന്ന രാകേഷിനോടാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ചോദ്യങ്ങൾ ആരംഭിക്കുകയാണ്. ഓക്കെ. ബോക്സിംഗിൽ പ്രശസ്തയായ കായിക താരമായിരുന്നു കർണം മല്ലേശ്വരി. ശരി. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടക. തെറ്റ്. സുരേഷ് ഗോപി ലോകസഭാംഗമാണ്. ശരി. ചെസ് ബോർഡിലാകെ 32 കരുക്കളുണ്ടാവും. ശരി. ഇന്ത്യ ഗേറ്റ് മുംബൈയിലാണ്. ശരി. രാകേഷിന്റെ അതിഗംഭീരമായ പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് ഉറപ്പായിട്ട് തോന്നുന്നു 50-55 മാർക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ എത്ര ശരിയായി എന്ന് നമുക്ക് നോക്കാം. അതെ, തെറ്റായി എന്നുള്ളത് കൺസിഡർ ചെയ്യുന്ന പോലും ഇല്ല. ആദ്യത്തെ ചോദ്യം, ബോക്സിംഗിൽ പ്രശസ്തയായ കായിക താരമായിരുന്നു കർണം മല്ലേശ്വരി. ശരി എന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. കർണം മല്ലേശ്വരി വെയിറ്റ് ലിഫ്റ്റിംഗിലാണ് അവർ വന്നിട്ടുള്ളത്. ലോക ചാമ്പ്യൻ ആയിരുന്നു. 2000 നടന്ന സിഡ്നി ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ആളാണ് കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. അപ്പൊ 55 സംഭവമുണ്ട് കേട്ടോ. ബോക്സിംഗിൽ പക്ഷെ കർണം മല്ലേശ്വരി ആര് ഇടിച്ചിട്ടേന്ന് മാത്രം നമുക്ക് ഇതുവരെ പിടിത്തം കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ നോക്കുമ്പോൾ വെയിറ്റ് അത് രഹസ്യമാണ്. രാകേഷിനും മല്ലേശ്വരിക്ക് മാത്രമേ അറിയാവുള്ളൂ നിങ്ങൾ ആരെയാണ് ഇടിച്ചിട്ടെന്നുള്ളത് കേട്ടോ. ഇവരുടെ പ്രൊഫൈലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കർണാടക. പറഞ്ഞത് തെറ്റ്. അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക് കിട്ടി. എന്നാൽ ഇന്ത്യയുടെ തേയിലത്തോട്ടം ഏതാണ്? ആസാം. എല്ലാം അറിയാം. കൊള്ളാം കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, സുരേഷ് ഗോപി ലോകസഭാംഗമാണ്. നിങ്ങള് ശരി എന്നാണ് പറഞ്ഞത്. അത് തെറ്റായി പോയി. അത് എവിടുന്ന മത്സരിച്ചത് ലോകസഭാംഗമാവാൻ? മത്സരിച്ചല്ല, MP ആയിട്ട് നേരെ. അത് രാജ്യസഭ. ലോകസഭ ഇലക്ഷന് നിൽക്കണം. രാജ്യസഭയിലാണ് അദ്ദേഹം നേരിട്ട് കയറിയിട്ടുള്ളത് കേട്ടോ. ലോക്സഭാംഗമല്ല, രാജ്യസഭാംഗമാണ് സുരേഷ് ഗോപി. ചെസ് ബോർഡിൽ ആകെ 32 കരുക്കൾ ഉണ്ടാവും. അതിന് പറഞ്ഞത് ശരി എന്നാണ്. അത് ശരിയാണ്. പക്ഷെ കളി തുടങ്ങുമ്പോ 32 എണ്ണം ഉണ്ടാവും. തീരുമ്പോ എത്ര ഉണ്ടാവും ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. നമ്മൾ തോറ്റു പോകും. 2 എണ്ണോ? നിർബന്ധമില്ല. 1-2 അങ്ങനൊന്നും ഇല്ല. 2 എണ്ണമാണ് ഡ്രോ ആയിരിക്കും എപ്പോഴും. കാരണം രാജാവും കൂടെ തെക്കുകൂടെ ഓടി നടക്കും. നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞത് 3 എണ്ണം ഉണ്ടെങ്കിൽ കളിക്കൊരു തീരുമാനമാവുള്ളൂ. മറ്റേ 2 സൈഡിൽ നിന്ന് കൊണ്ടുവന്ന് ബ്ലോക്ക്. ചെസ് കളിക്കാറുണ്ടോ അത്യാവശ്യത്തിന്? ഈ ചെസ്സിൽ ഇടത്തെ അറ്റത്ത് വയറ്റിൽ 2 അറ്റത്ത് നിൽക്കുന്നത് ഏതാണ്? തേര്. ഇതിലൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ട്. ചിലത് അതിനെ ആനാന്നാ വിളിക്കുന്നത്. ഇംഗ്ലീഷ് പറയല്ലേ, മലയാളത്തിൽ ഞങ്ങൾ ആനാന്ന് പറയും. ആ സൈഡിൽ ഇങ്ങനെ പോണ സാധനത്തിനാണ് ഞങ്ങൾ തേരെന്ന് പറയുന്നത്. ഇത് നേരെ പോണ സാധനം ആനയല്ലേ? ഇങ്ങനെ ഗോപുരം പോലെ ഇരിക്കുന്നല്ലേ ആന? ആന. ആ ഗോപുരം പോലെ ഇരിക്കുന്നതാണ്. ഇങ്ങനെ സൈഡ് വൈസ് പോണം. സൈഡിൽ അതാണോ ആന? നമ്മുടെ അവിടെയൊക്കെ അത് തേരും. വലത്തെ അറ്റത്ത് റൗണ്ട് ആയിട്ട് പില്ലർ പോലെ ഇരിക്കുന്ന സാധനം ഇല്ല, അതിന് ആന. തൃപ്പൂണിത്തുറ ഭാഗത്ത് അവിടെ നിങ്ങളുടെ അവിടെയൊക്കെ തേരുന്നാണോ പറയുന്നത്? അതുമല്ല, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗോപുരം പോലെ ഷേപ്പുള്ള ആനയെ കാണുന്നത്. മറ്റേതിൽ ആനന്ന് വിളിക്കുന്ന ഇച്ചിരി തടിയെങ്കിലും ഉണ്ടെന്ന് വെക്കാം. ഗോപുരം പോലുള്ള ആന. അതിന് അടുത്ത ചോദ്യം നോക്കട്ടെ. ലാസ്റ്റ് ചോദ്യം, ഇന്ത്യ ഗേറ്റ് മുംബൈയിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ രാകേഷ് പറഞ്ഞു ശരിയെന്ന്. അത് തെറ്റാണ് രാകേഷ്. എന്നാൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് മുംബൈയിലുള്ളത്. അത് 4 യുദ്ധങ്ങളിലായി മരിച്ച 82,000-ഓളം പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അതവിടെ പണിതിരിക്കുന്നത്. അതൊരു യുദ്ധ സ്മാരകമായിട്ടാണ്. അപ്പൊ ഇനി അടുത്ത ആളോടുള്ള ചോദ്യത്തിലേക്ക് പോവാണ്. വെല്ലടിച്ച പാട്ടുകാരന്റെ കല്യാണത്തിന് എന്നെ വിളിക്കണേ. അത് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കുക. ചടപടയെന്ന് ഉത്തരം പറയുക. 2ാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. ബ്ലാക്ക് ബോക്സിന്റെ നിറം ചുവപ്പാണ്. ടൈറ്റാനിക് എന്ന ചിത്രം സംവിധാനം ചെയ്തത് സ്റ്റീഫൻ സ്പിൽബർഗ് ആണ്. ഇന്ത്യയെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഇന്തോളജി. ജ്യോതി ശരിയോ തെറ്റോ വളരെ ഭംഗിയായിട്ട് മത്സരിച്ചു. ജ്യോതിയുടെ വിവാഹ സങ്കല്പങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളത് എനിക്ക് അറിയില്ല. പക്ഷെ ഇതിൽ എത്ര ശരി എത്ര തെറ്റ് വന്നു എന്നുള്ളത് നമുക്കിപ്പോ നോക്കാം കേട്ടോ. അതെ, വിഷു ചേട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, 2ാം അലക്സാണ്ടർ എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താനാണ്. അതിന് ജ്യോതി പറഞ്ഞത് തെറ്റ് എന്നാണ്. അതിന്റെ ശരിക്കുള്ള ഉത്തരം തെറ്റ് തന്നെയാണ്. ടിപ്പു സുൽത്താൻ മൈസൂർ കടുവ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ 2ാം അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാളുണ്ടായിരുന്നു.
അലാവുദ്ദീൻ ഖിൽജി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ടിപ്പു സുൽത്താൻ മൈസൂർ കടുവയായിരുന്നു. രണ്ടാം അലക്സാണ്ടർ അല്ല. അടുത്ത ചോദ്യം. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം എന്ന് പറഞ്ഞപ്പോ ജ്യോതി പറഞ്ഞത് ശരി എന്നാണ്, പക്ഷേ അത് തെറ്റാണ്. മോഹിനിയാട്ടവും കഥകളിയൊക്കെ ഒരു പരിധിവരെ കേരളത്തിന്റെ നമ്മുടെ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഭരതനാട്യം തമിഴ്നാടിൻ്റെതായിട്ടാണ് അറിയപ്പെടുന്നത്. അടുത്തത് ബ്ലാക്ക് ബോക്സിന്റെ നിറം ചുവപ്പാണ് എന്ന് പറഞ്ഞപ്പോൾ ജ്യോതി പറഞ്ഞു അത് തെറ്റാണ്. അത് ശരിക്കും തെറ്റ് തന്നെയാണ്. വെരി ഗുഡ്. പക്ഷെ ജ്യോതി ശരിക്കും ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ബ്ലാക്ക് ബോക്സ് എന്താണെന്നറിയാമോ? ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറാണ് ബ്ലാക്ക് ബോക്സ്. അതായത് പൈലറ്റ് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഫ്ലൈറ്റിന് ഇനി എന്തെങ്കിലും അപകടം ഉണ്ടായാൽ പോലും ഈ സാധനത്തിനൊന്നും പറ്റില്ല. അതിൽ ഇത് കിട്ടിയാൽ നമുക്ക് എല്ലാ വിവരങ്ങളും അറിയാം, എന്ത് സംഭവിച്ചിട്ടാണ് ഈ വിമാനത്തിന് പറ്റിയെന്നുള്ളതെല്ലാം അതിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അതുകൊണ്ട് അത്യാവശ്യമൊക്കെ വിമാനം ഒന്ന് തീ പിടിച്ചാൽ പോലും ഈ ബ്ലാക്ക് ബോക്സ് കത്തില്ല. ഇതിൻ്റെ നിറം ഫ്ലൂറസെൻ്റ് ഓറഞ്ചാണ്. അത് കടലിനടി കിടന്നാലും രാത്രി കിടന്നാലും കത്തിക്കരിഞ്ഞ് കിടന്നാലും പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഫ്ലൂറസെന്റ് ഓറഞ്ച് ആണ് ബ്ലാക്ക് ബോക്സിന്റെ നിറമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൈറ്റ് മുഴുവൻ ബ്ലാക്ക് ബോക്സ് ഉണ്ടങ്ങ് ഉണ്ടാക്കിയാൽ അതിനൊന്നും സംഭവിക്കില്ലല്ലോ. എന്തുകൊണ്ട് അവരതിന് ചിന്തിക്കുന്നില്ല? ഈ നമ്മുടെ ദുബായിലെ ഈ ഇടയ്ക്ക് ഇറങ്ങിയപ്പോൾ കുറെ പേര് നമുക്കൊരു മെസ്സേജ് ഒക്കെ വാട്സപ്പിൽ വന്നിരുന്നു. ഫ്ലൈറ്റിന് തീ പിടിച്ച സമയത്ത് ആരെങ്കിലും ഒരു ഓറഞ്ച് പെട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു തരണം, അത് ബ്ലാക്ക് ബോക്സ് ആണ്, വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വാട്സപ്പിലൊക്കെ വന്നിരുന്നു. അതാണ്. പക്ഷേ നന്ദിനിയുടെ ചോദ്യം, വിമാനം മുഴുവൻ ആ ബ്ലാക്ക് ബോക്സ് ഉണ്ടാക്കുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കിയാൽ ഒന്നും പറ്റില്ലല്ലോ എന്നുള്ളതാണ്. പക്ഷെ അത് ഇട്ടിട്ട് നിലത്ത് കയറിയിരിക്കുക, നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും. കാരണം അതിന്റെ ഭാരം ഡിഫറൻ്റ് ആവും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസം വരും. ഫ്ലൈറ്റ് മൊത്തം ബ്ലാക്ക് ബോക്സ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ കരിങ്കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പോരെ. നന്ദിനിയുടെ ചോദ്യം, കരിങ്കല്ലിൽ തീ പിടിക്കില്ലല്ലോ. കരിങ്കല്ലിൽ നല്ലൊരു വിമാനം കൊത്തിച്ച്, അല്ലെ കോൺക്രീറ്റ് വിമാനം ചുറ്റും വാർത്തുണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പം നന്ദിനി ഇങ്ങനെ പലതും പറയും. ഈ ചെവി കൂടെ കേൾക്കുക, തുപ്പി കളഞ്ഞേക്കുക. ഈ ചെവി വരെ പോലും കൊണ്ടുവരുത്, ഇവിടെ എത്തുമ്പോൾ തന്നെ കളഞ്ഞേക്കണം. കേട്ടല്ലോ? അങ്ങനെ പറയരുത്. ഞാൻ അടുത്ത് പറയാൻ പോകുന്ന കാര്യം എല്ലാവരും കേൾക്കേണ്ടത് തന്നെയാണല്ലോ. പറയൂ. ടൈറ്റാനിക് എന്ന ചിത്രം സംവിധാനം ചെയ്തത് സ്റ്റീഫൻ സ്പീൽബർഗ് ആണ് എന്ന് ഞാൻ പറഞ്ഞപ്പോ കുട്ടി അതിനെ എതിർത്തു, തെറ്റെന്ന് പറഞ്ഞു. അത് തെറ്റ് തന്നെയാണ്. ശരി, അപ്പൊ ആരാണ് സംവിധാനം ചെയ്തത്? ജെയിംസ് കാമറൂൺ. കലകി. അപ്പൊ അടുത്ത ചോദ്യം, ഇന്ത്യയെ കുറിച്ചുള്ള പഠനശാഖയാണ് ഇന്തോളജി എന്ന് പറഞ്ഞപ്പോ ജ്യോതി പറഞ്ഞു അത് തെറ്റാണെന്ന്. എന്നാൽ അത് ശരിയാണ്. ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം, തത്വശാസ്ത്രം ഇതെല്ലാം പഠിപ്പിക്കുന്നതാണ് ഇന്തോളജി എന്ന് പറയുന്ന ശാസ്ത്ര വിഭാഗം. കേട്ടല്ലോ? അപ്പോൾ 30 മാർക്കാണ് ജ്യോതിക്ക് കിട്ടിയിരിക്കുന്നത്. രാകേഷ് എത്ര മാർക്കായിരുന്നു? 20 മാർക്ക്. രാഹുലിന്റെ മാർക്ക് വളരെ നിർണായകമാണ്. രാഹുലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു ക്രിക്കറ്റ് താരത്തിന്റെ പേരാണ് നിങ്ങൾക്ക്, രാഹുൽ ദ്രാവിഡ് എന്നൊരു ക്രിക്കറ്റ് കളിക്കാരുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഞാൻ ക്രിക്കറ്റിൽ നിന്ന് തന്നെ ചോദിക്കുകയാണ്. ചാടിക്കറി ഉത്തരം പറയണം. കേട്ടല്ലോ? ക്രിക്കറ്റിൽ ഫീൽഡർ തൊപ്പിയിൽ ക്യാച്ച് എടുത്താലും ബാറ്റ്സ്മാൻ ഔട്ടാവും. തെറ്റ്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ് കന്റോൺമെന്റ് ഹൗസ്. ശരി. യക്ഷഗാനം ഒരു നൃത്തരൂപമാണ്. ശരി. ജപ്പാന്റെ ദേശീയ വിനോദമാണ് കരാട്ടെ. തെറ്റ്. ഇറാഖിന്റെ പഴയ പേരായിരുന്നു പേർഷ്യ. തെറ്റ്. രാഹുൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് തോന്നുന്നു പിടിച്ചേട്ടാ? രാഹുൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ എന്നാണ് എനിക്ക് സംശയം. തോന്നുന്നില്ല. രാഹുൽ ദ്രാവിഡ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വൻമതിൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അത് ക്രിക്കറ്റ് ലോകത്തെ രാഹുൽ ദ്രാവിഡ്. ഇത് ഒരു സാധാരണക്കാരനായ രാഹുൽ. സാധാരണക്കാരനായ രാഹുലിൽ നിന്നാണ് മറ്റേ രാഹുൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെറുതാക്കാൻ പാടില്ല ഈ രാഹുലിനെ. ക്രിക്കറ്റിൽ ഫീൽഡർ തൊപ്പിയിൽ ക്യാച്ച് എടുത്താലും ബാറ്റ്സ്മാൻ ഔട്ടാകും എന്ന് പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു അത് തെറ്റാണ്. അത് ശരിക്കും തെറ്റ് തന്നെയാണ്. തൊപ്പിയിൽ ക്യാച്ച് എടുത്താൽ എന്ത് സംഭവിക്കും? അത് പുതിയ ഡിസിഷൻ അനുസരിച്ച് നോട്ട് ഔട്ട് ആണ്. അതായത് ഹെൽമെറ്റ് ഗ്രൗണ്ടിൽ ഇരിക്കുന്നിടത്തോ തൊപ്പിയിലോ ഇവരുടെ ബോൾ കൊണ്ടാൽ 5 റണ്ണ് ബാറ്റ് ടീമിന് കിട്ടും. കൈകൊണ്ട് തന്നെ അടിക്കണം. അത് പുതിയ നിയമമല്ല, പഴയ നിയമമാണ്. പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ഔട്ടാവില്ല തൊപ്പിയിൽ ക്യാച്ച് എടുത്താൽ. അടുത്ത ചോദ്യം, സംസ്ഥാന പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയാണ് കന്റോൺമെന്റ് ഹൗസ് എന്ന് പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു അത് ശരിയാണെന്ന്. സത്യത്തിൽ അത് ശരി തന്നെയാണ്. ശരിയായിട്ടുള്ളൊരു ഉത്തരവാണ്. കന്റോൺമെന്റ് ഹൗസ് പോയിട്ടുണ്ടോ? ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ക്ലിഫ് ഹൗസ് കന്റോൺമെന്റ് ഹൗസ് കേട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിലും
പ്രതിപക്ഷ നേതാവ് താമസിക്കുന്നത് കണ്ടോൺമെന്റ്സിലാണ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അടുത്ത ചോദ്യം. യക്ഷഗാനം ഒരു നൃത്തരൂപമാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു അത് ശരിയാണെന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആൻസർ തന്നെയാണ്. എവിടെയുള്ള കലാരൂപമാണ് യക്ഷഗാനം അറിയാമോ? എന്തായാലും കേരളത്തിന്റെ അല്ല, പുറത്തോട്ടുള്ളതാണെന്ന് അറിയാം. കർണാടകത്തിലാണ്. ഇപ്പോ കേരളത്തില് അതിന്റെ പ്രാചീനം വളരെ കുറവാണെന്നറിയാം. അതെ, അത് കേരളത്തിന്റെ വടക്കറ്റത്ത്, അതായത് മംഗലാപുരം ബോർഡറിൽ കാസർഗോഡ് അറ്റത്തേക്ക് പോയാൽ കുറച്ചുകൂടെ നമുക്ക് യക്ഷഗാനം കാണാൻ പറ്റും. ഗാനം എന്ന അതിന്റെ കൂട്ടത്തിലുള്ളതുകൊണ്ട് ഒരുപാട് പേര് അത് പാട്ടാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ യക്ഷഗാനം ഒരു നൃത്തരൂപം തന്നെയാണ്. താങ്കൾക്ക് അതിന് മാർക്ക് കിട്ടി. അടുത്ത ചോദ്യം. ജപ്പാന്റെ ദേശീയ വിനോദമാണ് കരാട്ടെ എന്ന് പറഞ്ഞപ്പോ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു രാഹുലെ? രാഹുൽ അത് തെറ്റാണെന്ന് പറഞ്ഞു, പക്ഷെ അത് തെറ്റ് തന്നെയാണ്. വെരി ഗുഡ്. ജപ്പാന്റെ ദേശീയ വിനോദം എന്താണ്? അറിയില്ല. ജപ്പാന്റെ ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്, ചൈനയാണ് കൂടുതൽ കരാട്ടയ്ക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ജപ്പാന് അപ്പം കരാട്ടെ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോ എന്തായാലും ചൈന അല്ലാത്തോണ്ടാണ് ഞാൻ തെറ്റെന്ന് പറഞ്ഞു. അതെ, ജപ്പാന്റെ ദേശീയ ഇതായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ള സാധനം എന്ന് പറയുന്നത് സുമോ ഗുസ്തിയാണ്. വലിയ വളർന്നിട്ട് നിക്കറിട്ട് പിള്ളേരെ പോലെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കണ്ടായിട്ടല്ലേ. കരാട്ടയിലെ വലിയ വലിയ ഗുരുക്കന്മാരെല്ലാം ചൈനയേക്കാൾ കൂടുതൽ ജപ്പാൻകാരാണ്. എങ്കിൽ തന്നെയും കുങ്ഫു എന്ന് പറയുമെങ്കിലും കൂടുതലും സുമോ ഗുസ്തിക്കാണ് ജപ്പാന്റെ ഏറ്റവും കൂടുതൽ ഇതായിട്ട് വന്നിരിക്കുന്നത്. സുമോ ഗുസ്തി കണ്ടിട്ടുണ്ടോ? അവർക്ക് എന്തോ അവര് തമ്മിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കുറെ നേരം നല്ല രസമായിട്ട് അവരുടെ മുഖത്തിന്റെ ഓമനത്വം ജനിച്ച പിള്ളേർക്ക് പോലും ഇല്ല. അത്രയും ഇതുണ്ടല്ലോ, എന്ത് ഓമനത്വം അല്ലേ അവരുടെ ഒരു സുമോ ഗുസ്തി എന്ന് പറയുന്നത്. ഇറാഖിന്റെ പഴയ പേരായിരുന്നു പേർഷ്യ എന്ന് പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു അത് തെറ്റാണ്. അത് തെറ്റ് തന്നെയാണ്. അപ്പൊ പിന്നെ ഇറാഖിന്റെ പഴയ പേരെന്താ? ഇറാൻ. ശരിയാണ്, പേർഷ്യ എന്ന് പറയുന്നത് ഇറാനാണ്. പക്ഷെ പണ്ട് മലയാളികൾ മിഡിൽ ഈസ്റ്റിലോട്ട്, അതായത് ദുബായ്, മസ്കറ്റ്, ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ് ഇവിടെ നിന്ന് ആൾക്കാർ പോയാലും പാപ്പ പേർഷ്യയിലാന്ന് പറയുമായിരുന്നു. കാരണം ആ ഒരു പ്രദേശത്തെ മുഴുവൻ നമ്മൾ പേർഷ്യ എന്ന് വിളിച്ചിരുന്നു. പക്ഷെ ഇറാന്റെ ശരിക്കും പേരുള്ള ഇതാണ് പേർഷ്യ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ 50 മാർക്കുകൾ നേടിയിരിക്കുകയാണ്. ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ് അറിയാതെ പറഞ്ഞുപോയി, രാഹുൽ ദ്രാവിഡ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ വൻമതിൽ എന്നുള്ളതാണ് എന്ന്. പക്ഷെ ഈ മത്സരത്തിൽ നിങ്ങൾ സാധാരണക്കാരനാണെന്നും അസാധാരണത്വം ഒന്നും തന്നെ എന്നിലില്ലെന്നും അത് വലിയ രാഹുൽ ദ്രാവിഡ് ഞാനൊരു സാധാരണക്കാരനെന്ന് അവകാശപ്പെടുകയും ചെയ്തെങ്കിലും അസാധാരണമായൊരു വിജയം നിങ്ങൾ ഈ മത്സരത്തിൽ കൈവച്ചിരിക്കുകയാണ്. 50-ൽ 50 മാർക്കോട് കൂടി നിങ്ങളൊരു വൻമതിലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ജ്യോതിക്ക് കിട്ടിയത് 30 മാർക്ക്, രാഹുലിന് കിട്ടിയത് 50 മാർക്ക്. യുവകോമളൻ, സുന്ദരൻ, സുമുഖൻ, സുശീലൻ, യൂത്ത് ഐക്കൺ, തിളയ്ക്കുന്ന യുവത്വത്തിന്റെ മതിക്കുന്ന പ്രതീകം ഇവിടെ നിന്ന് ഔട്ടായി പോവുകയാണ്. നല്ലൊരു കൈഡികളോടുകൂടി അദ്ദേഹത്തെ എന്ത് തോന്നുന്നു ഈ അവസരത്തില്? സന്തോഷം. ഔട്ടായാലും സന്തോഷം. നിന്ന് കുറെ സമ്മാനം കിട്ടിയനെ. മോഡലിംഗ് രംഗത്ത് ഒരുപാട് ഉയരങ്ങളിലെത്താൻ സാധ്യതയുള്ള ആകാര സൗഷ്ട്യമുള്ള ഒരാൾ എന്നോടൊപ്പം നിൽക്കുന്നത്. ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് ഒരു മോഡലിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരാളാണ് രാകേഷ് എന്ന് പറയുന്ന ആള്. ഉറപ്പായിട്ടും രാകേഷ് ഉപയോഗിക്കുക. ഇപ്പൊ രാകേഷ് സമ്മാനം കൊടുക്കും. സമ്മാനം കൊടുക്കുന്നതിന് മുമ്പ് രാകേഷിന്റെ ഒരു സാധനമുണ്ട്, അതൊന്ന് കാണിച്ചേ. അത് ആദ്യം ഒന്നായിരുന്നു, 2 ആക്കിയതാ.